കോൺസ്റ്റബിൾ സർ. ആ ബുക്ക് കൊണ്ടുവരൂ. ഓക്കെ സർ. സ്വാമിജി പറഞ്ഞ പോലെ ആ കോട്ട അത്ര ഡേഞ്ചറസ് ആണോ? എങ്ങനെയെങ്കിലും അമാവാസിക്കുള്ളിൽ കോട്ടക്കുള്ളിൽ കടക്കാനുള്ള ഒരു ക്ലൂ കിട്ടണം. ഗുഡ് മോർണിംഗ് സാർ. യാ ഗുഡ് മോർണിംഗ് സൂര്യ. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വന്നത് സാർ. എന്താ അത്? ഇത് പറയുന്നതിനേക്കാളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ സി. ഇരിക്കൂ. സൂര്യ എന്താ ഇത്? ഓപ്പൺ ചെയ്ത് നോക്കൂ സാർ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏത് കോട്ടയ്ക്ക് വേണ്ടി ഞാൻ അന്വേഷണം നടത്തിയോ, ഏത് സ്വപ്നങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നോ, ആ സ്വാമി പറഞ്ഞതെല്ലാം അതേപടി ഈ പുസ്തകത്തിലുണ്ട്. വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ആ കോട്ടക്കുള്ളിലേക്ക് പോകാൻ എനിക്കൊരു ക്ലൂ കിട്ടിയിരിക്കുക. താങ്ക് യു സോ മച്ച് സൂര്യ. എന്നേക്കാൾ കൂടുതൽ നീയാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. ഇതിലിപ്പോൾ ഞാനെന്ത് ചെയ്തിരിക്കുന്നു സാർ? ഒരു ഫ്രണ്ടായ എൻ്റെ കടമയല്ലേ സാർ? എൻ്റെ ഫ്രണ്ട്സ് വഴി ആ പാക്കാല കോട്ടയെപ്പറ്റി ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതിയെന്ന് അറിഞ്ഞിട്ട് അത് താങ്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതിയിട്ടാ ഈ ബുക്ക് കൊണ്ടുവന്ന് തന്നത്. താങ്ക്സ് സൂര്യ, താങ്ക് യു. ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഫൈനലി ഐ ഗോട്ട് എ ക്ലൂ. ഇന്ന് പുലർച്ചെയാണ് യുവാവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരു അരുതാ, മാസമായി രണ്ട് യുവാവിനെ കോഫി. കാണാനില്ല എന്ന് പറഞ്ഞ യുവാവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്താ ഗുരുജി രാവിലെ തന്നെ ഈ ക്രൈം ന്യൂസും കണ്ടോണ്ടിരിക്കുന്നത്? ഈ മീഡിയക്കാരുടെ കാര്യം പറഞ്ഞ ചെറിയ കാര്യം പോലും ഊതിപ്പെരിപ്പിക്കും. കാണിക്കാനുള്ളത് മാത്രം ഒരിക്കലും കാണിക്കില്ല. ഈ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ഈ ന്യൂസ് ചാനലുകാർ വിറ്റ് കാശാക്കും. ഇറ്റ്സ് എ ബിസിനസ്. ആ ഗുരുജി ആ റിമോട്ടിങ് വന്നേ. പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം പ്രശസ്തിയായിരുന്ന ഈ സുന്ദരിയായ ഗായിക ഇപ്പോൾ ലോക പ്രശസ്തിയായിരിക്കുകയാണ്. യുവാക്കളുടെ ഹരമായിക്കൊണ്ടിരിക്കുന്നു. പ്രശസ്ത പോപ്പ് സിംഗർ റൂബി ഇപ്പോൾ കണ്ടിപ്പേട്ടയിൽ ഒരു ഷൂട്ടിങ്ങിന് തിരക്കിലാണ്. എന്താ സാറേ, വയസ്സാണെങ്കിൽ ഓൾഡ് ഏജും ടേസ്റ്റ് ആണെങ്കിൽ ടീനേജോ? എന്താ അങ്ങനെ നോക്കുന്നത്? ഇഷ്ടപ്പെട്ടോ? നിനക്ക് അവളെ അറിയാവോ? ഇവിടെ ആർക്കാ സാറേ അറിയാത്തെ? വലിയ പോപ്പ് സിംഗറാ, അടിച്ച് കസറും, ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് സാർ. ഓ അങ്ങനെയാ? ഇപ്പൊ അവരെവിടെ ഉണ്ടാവും? എന്താ ഗുരുജി ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. രാജു, അവളിപ്പോ എവിടെ ഉണ്ടാകും? ഇവിടെ അടുത്തെവിടെ ഷൂട്ടിങ്ങിലാണെന്ന് തോന്നുന്നു ഗുരുജി. അങ്ങനെയാണെങ്കിൽ അവിടം വരെ വേഗം എത്തണം. വാ അനിത, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്. ശരി സർ. എന്താണോ എന്തോ, ഗുരുജി നല്ല സ്പീഡാണല്ലോ ആള്. നിക്ക് നിക്ക് നിക്ക്, എൻ്റെ കോഫി. താങ്ക് യു. ഹലോ, ഹലോ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. 2 കോഫി പറയൂ. ഓക്കെ. എന്ത് പ്രോഗ്രാമാ? പ്രോഗ്രാം അല്ല, ആക്ടിങ്. അയ്യോ, കാശ്മീർ ആപ്പിൾ പോലെ ഉണ്ടല്ലോ. ഓ, ഹീറോ ആരാ? വേറെ ആര്, ഞാൻ തന്നെ. ഇതൊരു ലൈഫ് കോൺസെപ്റ്റ്. എന്തായാലും ആക്ടിംഗ് അല്ലേ, ബട്ട് എന്റെ കോൾ ഷീറ്റ് എക്സ്പെൻസീവ്. അയ്യോ, മൈ കോസ്റ്റ്യൂംസ്, മൈ ക്യാപ്, സ്റ്റഫ് എല്ലാം നിങ്ങൾ തന്നെ നോക്കണം. എല്ലാത്തിനും ഓക്കെ. എന്ത്? ഈച്ച് കോൾ ഷീറ്റ് 1 lakh. നോ പ്രോബ്ലം, ബട്ട് ഒരു സ്മോൾ കണ്ടീഷൻ. നമ്മുടെ ഇടയിലുള്ള ഈ കാര്യം നമ്മൾ മാത്രമേ അറിയാവൂ. ഓക്കെ. ദെൻ രാജു, പറയൂ ഗുരുജി. ഇവനെന്റെ സാറിന്റെ അസിസ്റ്റന്റ്, സാറിനെല്ലാം ഞാൻ തന്നെ. അയ്യോ, ഞാൻ തന്നെ പരിചയപ്പെടുത്തിയത് നന്നായി. ഇല്ലെങ്കിൽ വല്ല ഡ്രൈവറിനോ ക്ലീനറിനോ പറഞ്ഞ് നാണം കെടുത്തിയനെ. ഹായ്. ചെക്ക് ബുക്ക് ഇതാ. എന്റെ ദൈവമേ, 50 ലക്ഷോ? എങ്ങനെയാടി മൈക്കി എടുത്തത്? ഇക്കണക്കിന് സാറ് സ്വത്തെല്ലാം വിൽക്കുന്ന മട്ടുണ്ടല്ലോ. ദിസ് ഈസ് എ ചെക്ക് ഫോർ 50 lakhs. താങ്ക് യു.
ഓക്കെ, വി വിൽ മീറ്റ് യു സൂൺ. Definitely. With pleasure. Thank you. Bye. ആ ബൈ ബൈ. 50 ലക്ഷം ഒറ്റയടിക്ക് വിഴുങ്ങില്ലേടി ഗോവിന്ദ. വഴിയിൽ ഏതെങ്കിലും ഹോട്ടൽ കണ്ടാൽ നിർത്ത്. ഹോട്ടൽ മാത്രം മതിയോ അതോ വേറെന്തെങ്കിലും? എടാ, എൻ്റെ അടുത്ത് ലൈസൻസ്ഡ് ഗണ്ണുണ്ട്. അയ്യോ, എനിക്ക് ജീവനിൽ പേടിയുണ്ട് ഗുരുജി. അടിപൊളി മൂടാണല്ല, കുടിക്കടാ. എൻ്റെ കാര്യത്തിന് ഇവൻ സൂട്ടാകുവോ ഇല്ലയോ? മിസ്റ്റീരിയസ്. നല്ല വൈബടാന്ന്. കുടിച്ചിട്ട് ഇങ്ങനെ ലൈസൻസ് കാണിക്കുന്നു. എടാ, നീ അവന്മാരൊന്നും ശ്രദ്ധിച്ചേ. അവന്മാരെല്ലാം വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുക, അതിന് നമുക്കെന്താ ഗുരുജി? ഇവന്മാരൊക്കെ കാരണം ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആരാ നമ്മുടെ വണ്ടിക്ക് റോസിട്ട് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ച ചത്തു പോടാ. എടാ രാജു, പിടിക്കണവനാ. എന്റെ ഭഗവാൻ, യോമാരുടെ കയ്യിലാണ് ചെന്നത്. വണ്ടി എടുക്കണം. അവന്മാര് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഗുരുജി? ഇപ്പൊ ഞാൻ പോയി പെട്ടില്ലേ? പിടിച്ചോണ്ട് പോണവനെ. ഒന്ന് നന്നായി ജീവിക്കാന്ന് വെച്ചാൽ അവന്മാര് സമ്മതിക്കില്ല. ആരാന്ന് വെച്ചാ ഇപ്പൊ വാടാ. അടിക്കടാ. വാടാ മോനെ. എടാ, ഡീപ്പായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. വണ്ടിയിലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൂടിയില്ല. വാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഒന്ന് പോയേ സാറേ, ഞാൻ ഇതേപോലെ എത്ര കണ്ടേക്കുന്നതാ. ഒരു ബാൻഡേജ് ഒട്ടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. എല്ലാം അറിയുന്ന നീ വലിയ പ്രശ്നവും ചെറിയ പ്രശ്നവും തിരിച്ചറിയാത്ത എന്താ? ഗുരുജി, അവളുടെ അച്ഛൻ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടം വാങ്ങി. അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടാ ദുർഗ അവളെ കെട്ടൊന്നും പറഞ്ഞാൽ നടക്കണേ. അതുകൊണ്ടാ അവളെ അവളുടെ അച്ഛനെ ഞാൻ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ച് സേവ് ചെയ്തത്. അതാ കലിപ്പ്. അന്ന് മുതൽ ഒരു വണ്ടി എടുത്ത് എന്റെ പിന്നാലെ വരാൻ തുടങ്ങിയത്, ഇതുവരെ നിർത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രക്തം കുറെ പോകുന്നുണ്ട്. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ആ ശരി, പോകാം ഗുരുജി.